എണീക്കടി നാറി, നീ ആരാണെന്ന വിചാരം? കൂട്ടത്തിലൊരു തന്നെ കഴിവേറ്റിട്ട് മോള് വിശ്രമിക്കുക. ഞങ്ങൾ എന്താടി ഉണ്ടാക്കാൻ വരുന്ന കരുതി? രഞ്ജിനി മാഡം, കാലം വളരെ മോശ. നാട്ടുകാരും നാറുകളാണ് ചുറ്റിലുമുണ്ട്. ഒന്ന് ക്ഷമിക്ക്, കൊത്തി വലിച്ച് കീറി ഒട്ടിക്കാൻ സമയമുണ്ട്. ആ മതി മതി, നീ കേറ്റാൻ നോക്ക്. വണ്ടി എടുക്കണോ? ഇങ്ങോട്ട് വാടി. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മോള് ജാൻസി റാണിക്ക് പഠിക്കുക. ഇങ്ങോട്ട് വാടി. നടക്കടി അങ്ങോട്ട്. ഇങ്ങോട്ട് നടക്കടി. കേറടി. ഇങ്ങോട്ട് കേറി. കേറി. എന്തിന്? നീ ആർക്ക് വേണ്ടി അത് ചെയ്തു? പറ, എന്റെ മോള് പറ. അതോ ഞാൻ വനിതാ പോലീസിനെ വിളിക്കണോ? കഴിവരുടെ മോളെ ചോദ്യം ചോദിക്കുമ്പോഴാണ് തല കുനിച്ചിരിക്കുന്നത്. അങ്ങ് മണിമണിയായി പറയടി, പറയാൻ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. പറ. നോക്ക്. നിന്റെ ചെവിയിൽ എന്താടി പൂച്ച പറ്റി കിടക്കുന്നോ? പച്ചീർക്കിൽ കൊണ്ടുള്ള ഒരു പ്രയോഗമുണ്ട്. അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കുമാകാം. നല്ല വൃത്തിയായിട്ട്. അത് വേണോ അല്ലെങ്കിൽ നീ സത്യം പറയോ? സാർ, ഇവിടെ റൂമിയല്ലേ? ഇതൊന്നും ഒരു പ്രശ്നമല്ല സാറേ. ഇവിടെ തന്ത പറയുന്നത് പോലും ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഇവിടെ ആള് വരും. എന്നിട്ടല്ലേ ഇവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഓക്കേ, തുടങ്ങിക്കോ. ഓക്കേ സാർ. See, your disability doesn't matter here. Come on, tell me the truth. Come on. നടക്കടങ്ങോട്ട്. നാറി, നിന്റെ കുഞ്ഞമ്മയുടെ മോടെ വയറ് കാണാൻ പോവാണ്ടാ പലഹാരമായിട്ട്. അവിടെ വെക്കടാ, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടാ നിന്റെ ഗുണവതിയാരം. വെക്കടാ അവിടെ, അവിടെ വെക്കടാ. അങ്ങോട്ട് വെക്കടാ. എല്ലാം വാരി കെട്ടി തലയെ കയറ്റടാ. അയ്യോ സാറേ. എന്തുട്ട് സാറേ? വെക്കടാ തലയില്. എന്താ സാറേ? നീ കോപ്പ് വെക്കുമ്പോ ആലോചിക്കണായിരുന്നു. നടക്കടാ. ജബ്ബാറേ. എന്താ സാറേ? നീ കയറാൻ പറഞ്ഞെ. ഈ സാധനം നീ ഉപയോഗിക്കും? ഇല്ല സാർ. അടിപൊളി. നിന്റെ മക്കൾക്ക് നീ കൊടുക്കൂ? ഇല്ല സാറേ. കൊള്ളാം. അപ്പൊ ചുരുക്കി പറഞ്ഞ, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച നിന്നെപ്പോലുള്ളവന്മാർക്ക് അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ നിന്റെ അമ്മയ്ക്കിട്ടത് പിടിക്കാനും പാടില്ല. അടിപൊളി. ബെസ്റ്റ്. ഇതൊന്നും കാര്യമില്ല. നീ എന്ത് വർത്തമാനാടാ പറയുന്നേ? തനിക്ക് തേങ്ങ അറിയാ? കുറച്ചു നാൾ കഴിഞ്ഞ അവൻ പേടിച്ചിട്ടേ അവൻ ഇറങ്ങി വരുന്നേ. ഇവനത് പിന്നും വെക്കും. പിന്നെ കുറച്ചാള് കഴിഞ്ഞ അത് കണ്ടോന്നേ. അമ്പു, പണി പാളിയെന്നാ തോന്നുന്നേ. ദേ പോലീസ്. നീ പേടിക്കണ്ടടി, എന്റെ ശവത്തിൽ തൊട്ടിട്ടാ നിന്നെ കൊണ്ടു. എടാ പേട്ടക്കടി, നീ ആള് കൊള്ളാലോടാ. വാ.
എന്താ കുട്ടി ലേറ്റായോ? ഇത്തിരി വൈകിപ്പോയി. നല്ല വെയിലാണ്. മോള് കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. ആ കയറിക്കോന്ന്. വലിയ ഉപകാരം സാറേ. ഓക്കെ ബൈ. നിർത്തടി നായിന്റെ മോളെ. നീ എന്താ സിനിമ കഥ ഉണ്ടാക്കുക? ക്രൈം നടക്കാനുണ്ടായ കാര്യം പറയടി. എല്ലാം CC ക്യാമറയിലുണ്ട്. മര്യാദക്ക് പറയടി. ആ വാ കയറ്. ഞാൻ ആ വഴിക്കാ പോകുന്നത്. ഒഫീഷ്യലായി ഉപയോഗിക്കുന്ന വണ്ടിയാ. നിയമപ്രകാരമായിട്ട് ആരെയും കയറ്റിക്കൂടാ. ആ ആരെങ്കിലും കണ്ട സാധനം പ്രോബ്ലം ആവില്ലേ? എന്ത് പ്രോബ്ലം? എല്ലാരും മനുഷ്യരല്ലേ, അല്ലേ? പറയാൻ മറന്നു, ഒരു കേസിന്റെ ഫയൽ എടുക്കാൻ വിട്ടുപോയി. അതാ ഈ വഴി വന്ന്. അത് കുഴപ്പമില്ല സാറേ, ഞാൻ നേരം വൈകിട്ടൊന്നുമില്ല. വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് കയറിയില്ലെന്ന് വേണ്ട, വാ അകത്തോട്ട് കയറിട്ട് പോവാം. വാ. വരുന്നേ. ഇവിടെ വെള്ളവും ചായം തരാൻ ആരുമില്ല. മോളിരിക്ക്, ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. എന്താ ഇതൊക്കെ? എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ എന്നോട് ഇങ്ങനെ? അതെ, ഒന്നുമില്ലാത്ത എന്റെ മനസ്സിലെ ഒരു ചെറു തിരി നാളം കൊളുത്തിയിട്ടത് നീയാ. ഇനി അത് അടങ്ങണമെങ്കിലേ നീ തന്നെ വിചാരിക്കണം, അല്ലെങ്കിലേ നിന്നെ കൊണ്ട് ഞാൻ വിചാരിപ്പിക്കൂടി. കാരണം നീ ഒടുക്കത്തെ ഗ്ലാമറാണ്. ഇങ്ങോട്ട്
സാറിനെ കുറിച്ച് എന്റെ മനസ്സിൽ ഇങ്ങനെ നല്ലായിരുന്നു. എന്നെ ഒന്ന് വെറുതെ വിട്ടുവിടെ പ്ലീസ്. ഒരുപാടങ്ങ് ഉണ്ടാക്കല്ലേ. ആടൊരുത്തം കൂട്ടിപ്പിടിച്ച തീരാവുന്നതേ ഉള്ളൂ. ആരെ കണ്ടിട്ടാടി നിന്റെ ഈ തളപ്പ്? നീ ഒന്ന് മനസ്സ് വെച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇല്ലെങ്കിലേ ഈ കാണുന്ന ക്ലാപ്പില്ലേ ഇത് വെച്ചങ്ങ് കയറ്റിത്തരും. ഒരുത്തനും എന്നോട് ചോദിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ? ഈ ക്രൈമെ ഒതുക്കി തീർക്കാൻ എനിക്കറിയാം. കേട്ടോടി മുത്തേ. പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. പിന്നൊരു കാര്യം, നീ നല്ല സുന്ദരി കുട്ടിയാ. നിന്നെ വേണമെന്ന് എനിക്ക് എപ്പോ തോന്നിയാലും ആ സമയത്ത് നീ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിലേ ഇതിനകത്തെ ഫോട്ടോ നാട് മൊത്തം പരക്കും. കേട്ടോ? ഓർത്താ നിനക്ക് കൊള്ളാം. ഓക്കെ? ആ, ഒരു കാര്യം പറയാൻ മറന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ അവളെയും കൊണ്ടുവാ. നിന്നെപ്പോലെ സുന്ദരിയാ നിന്റെ ചേച്ചി. മോളെ വിഷമിക്കാതെ ഈ വെള്ളം കുടിക്ക്. സമൂഹത്തിനെ സംരക്ഷിക്കേണ്ടവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ എന്താ ചെയ്യാ? അതിന് സാറേ, പെണ്ണുങ്ങളൊന്ന് ചിരിച്ചു കാണിച്ചാൽ അതിന് മറ്റേ അർത്ഥം മാത്രം കാണുന്ന ചില നാറുകളുണ്ട് ഇവിടെ. അത് പോലീസിലായാലും രാഷ്ട്രീയത്തിലായാലും. എന്തിനു പറയണു സാറേ, ചില്ലറപ്പീടിയെ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. അതാണ് സത്യാവസ്ഥ. ആദ്യം തീർക്കേണ്ടത് അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത അവന്മാരെയാ. നിർത്ത സൈഡാക്ക് നിർത്തറ. നീ എങ്ങോട്ടായി പോണേ? എന്താണ് സാറേ? കാര്യം പറഞ്ഞാൽ നീയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങോളോ? എവിടാ നിന്റെ സ്ഥലം? ഞങ്ങൾ കൊച്ചിയിലാണ് സാറേ. ആ, വെറുതെ അല്ല. ആ പേപ്പേഴ്സൊക്കെ എടുത്ത് എസ് ഐ സാറിനെ പോയി കാണാം. വലിയ ഇതോ ചെയ്യ. എന്താടാ? കോഴിയാണ് മോനെ, വൻകോഴി. എന്താ അവളെ അയാൾ ടൂൺ ചെയ്ത അയാളെ കണ്ടപ്പോ വൻകോഴിയാണ്. ആ
ഞാനയച്ച മെസ്സേജ് കണ്ടപ്പോഴേക്കും ഓടിയെങ്കി എത്തി അല്ലേ? ഒറ്റ നോട്ടത്തിൽ കണ്ട നീ സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണെന്ന് ആർക്കും തോന്നില്ല. ഒഴിക്കേ. ഉള്ളതോട് കുടിപ്പിച്ചാലേ ഒടുവിൽ കാര്യങ്ങൾ നടക്കില്ലോ.
എടി നായിന്റെ മോളെ ഒരുപാടങ്ങ് തമാശിക്കല്ലേ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? തലസയാണ് ഇതിന്റെ കളി. അടിക്കടി കേട്ടോ കട്ടാടെ അടിക്കടി കേട്ടോ. അടി കേട്ടോ കട്ടായിക്ക. എന്താ ചെയ്യാ? ഓക്കെ മാഡം.